എങ്ങനെയൊരു ചാർട്ട് അനലൈസ് ചെയ്യാന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. USDT പറഞ്ഞ ക്രിപ്റ്റോയുടെ പ്രൈസ് ആക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചാനൽ വൈസ് ഡൗൺ ട്രെൻഡാണ് വരുന്നത്. ഈ പിങ്ക് ലൈൻ കണ്ടില്ലേ, ഈ ലൈനിൻ്റെ ഇവിടെ ഒരു സോണിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു സപ്പോർട്ടുണ്ട്. മേ ബി ആ സപ്പോർട്ട് അവിടെ എടുത്തിട്ടുമുണ്ട്. അവിടെ എത്താൻ നേരത്ത് ഇവിടുന്ന് ഈ ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് നോക്കി നോക്കുമ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ ഇവിടുന്ന് ഒരു അപ്സൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേസ് ട്രേഡർ ഇവിടുന്ന് ഒരു അപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. അവിടുന്ന് അപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടാമത് ആ ഒരു 1 ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ കാണിച്ചത്. 4 hour എടുത്ത് നോക്കി നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് കറക്റ്റായിട്ട് അതൊരു മൂവ് ബാക്ക് ചെയ്തിട്ടുണ്ട്, ഫുൾ ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് അതിൻ്റെ 4 hour വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അവിടുന്ന് അങ്ങോട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് നമ്മളെപ്പോഴും പ്രൈസ് എവിടെ നിൽക്കുന്നത് അവിടുന്നാണ് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിലേക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പം ചാനലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള മൂവൊക്കെ ഞാൻ മുന്നേ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആക്കിയതാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ നിന്നുള്ള ഇതുവരെയുള്ള അപ്സൈഡ്, അതേപോലെ അവിടുന്ന് രണ്ടാമത് അവിടെ മാർക്കറ്റത്തേക്ക് വീണ്ടും ഒരു അപ്സൈഡ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിർത്തി ഇതുവരെ പോകുന്നതായിരുന്നു എൻ്റെ നിഗമനം. പക്ഷേ ഇവിടെ തിരക്കാണല്ലോ, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് അടിച്ചിട്ട് സെല്ലേഴ്സ് അവിടെ നിന്ന് അടിച്ച് ഹിറ്റ് ചെയ്ത് അടിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നല്ലൊരു പൊസിഷൻ കിട്ടിയേക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കയറി ചെയ്ത്. പക്ഷെ ഇവിടെ എത്തി മുന്നോട്ട് പോകും വിചാരിച്ചു, പക്ഷെ പോയില്ല. ഡൗൺ ഇതുവരെയും വന്ന് ആസ് എ ട്രേഡർ നമ്മൾ കറക്റ്റ് റിസ്ക് റിവാർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റും. രണ്ടാമത് മാർക്കറ്റ് അതുവരെ പോയി വീണ്ടും പുൾ ബാക്ക് വന്ന് ഇതുവരെ എത്തിക്ക് ഞാനിവിടെ ട്രേഡ് ഹിറ്റ് ചെയ്യാണ് ചെയ്തത്. പ്രോഫിറ്റാണ് 1:2.8 റേഷ്യോയിൽ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ശേഷം ഇന്നലെയും ഇന്നും മാർക്കറ്റ് അവിടെ നിന്ന് കണ്ട് പിന്നെ ഒരു റേഞ്ച് ഫോളോ ചെയ്തത്. ഇപ്പം അതിൻ്റെ ശേഷം ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ലൈൻ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് മേലേക്ക് പോയത്. ആസ് എ ട്രേഡർ അങ്ങനെയാണ്. ഇവിടുന്ന് പ്രോഫിറ്റ് എടുക്കുന്നവരുമുണ്ട്, ഇവിടെ ബൈയേഴ്സ് വെച്ച് ബൈ എടുത്തവരുണ്ട്, ബൈ എടുത്തിട്ട് മാർക്കറ്റിൽ അപ്ലൈഡ് പോയവരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇവിടെ ഒരു സോണിലെത്തുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടേഴ്സ് ഉണ്ട്. മാർക്കറ്റ് ആക്ട് ചെയ്യുന്ന ഈ ഹാൻഡിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് മേ ബി എന്ത് വരും എന്നുള്ള നമുക്ക് നോക്കിയിരിക്കാം. എങ്ങനെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെ നിന്ന് ഒരു ബൈയേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സെയിം ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും പ്രൈസ് എത്തിയേക്ക് അവിടുന്ന് വീണ്ടും ഒരു ഫ്രഷ് ബൈയേഴ്സ് കയറുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റേഞ്ച് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത് മാർക്കറ്റ് അവിടെ ആ ബ്രേക്ക് ഔട്ട് കടന്ന് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് രണ്ടാമത് മാർക്കറ്റ് അത് സപ്പോർട്ടായി മാറും. നമുക്കറിയാം ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവരും അറിയാമല്ലോ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. അറിയാത്തവരും യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ട് പഠിക്കുക. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഒരു കണ്ട ഈ ക്യാൻഡിൽ നമുക്ക് 1 hour ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ നമുക്ക് ഫ്രഷ് ബൈയേഴ്സിൻ്റെ ഒരു ടൈലൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാമത് മാർക്കറ്റിൽ ഇവിടെ എത്തിയിട്ട് വീണ്ടും അവിടെ ഇങ്ങനെ അടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് മേൽപോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് വരുന്ന റെസിസ്റ്റൻസ് പറഞ്ഞ്